എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കൊച്ചൊരു ടിപ്പ് പറയാനാണ് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ടിപ്പ് ഹെൽപ്ഫുള്ളാവും. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണ് ഇതുപോലത്തെ ഒരു പഴയ സ്ക്രബ്ബർ. കേടായിട്ട് നമ്മൾ കുറേ കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു കമ്പിയൊക്കെ പൊന്തി വരുമ്പോൾ നമ്മൾ കളയാറില്ലേ, ആ ഒരു സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു ടിപ്പ് പറയുന്നത്. അപ്പോൾ ഇത് ഇല്ലാത്ത വീട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളാവും കേട്ടോ. അപ്പോൾ നമുക്കെന്നാൽ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഇതുപോലെ നമ്മൾ ഉപയോഗിച്ചിട്ട് കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ കേടായിട്ട് ഫുള്ള് കമ്പിയൊക്കെ പുറത്തോട്ട് വരുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ നമ്മൾ മാറ്റുമല്ലോ സ്ക്രബ്ബർ. ആ സമയത്ത് ഇങ്ങനത്തെ സ്ക്രബ്ബറൊക്കെ എടുത്തൊരു ബോക്സിലിട്ട് വെക്കുക. എന്തെങ്കിലും കുപ്പിയിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കത്രികയുടെ ഒക്കെ മൂർച്ച പോകുന്ന സമയത്ത് അത് മൂർച്ച കൂട്ടാനായിട്ട് ഈ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ കത്രിക കണ്ടോ, ഒട്ടും തന്നെ മുറിയുന്നില്ല. ഒരു പേപ്പർ വരെ മുറിച്ചാൽ മുറിയില്ല, അങ്ങനത്തെ ഒരു കത്രികയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കുറച്ച് ടൈം ഒന്ന് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആ ഒരു കത്രികയുടെ മൂർച്ച എത്രത്തോളം പോയി എന്നുള്ളതിനനുസരിച്ചിട്ടാണ് എത്ര സമയം ചെയ്യേണ്ടി വരിക എന്നുള്ളത് പറയുക. അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും ആ ഒരു കത്രിക നന്നായിട്ട് മൂർച്ച വന്നു. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് നമുക്ക് അങ്ങനെ പറ്റുന്നത്. കത്രിക നമ്മൾ തുണിയൊക്കെ മുറിക്കുന്നതാണെങ്കിൽ അത് വേറെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ മെയിനായിട്ട് ഈ മുറിച്ചൊക്കെ പോണത്. അപ്പോൾ തുണി കട്ട് ചെയ്യാനുള്ള കത്രിക നമ്മൾ അതിന് മാത്രമായിട്ടൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അധികമൊന്നും അങ്ങനെ മുറിച്ച് പോവില്ല. അപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് മുറിച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ആ സൈഡിൽ നിന്നൊക്കെ ഈ സ്ക്രബ്ബർ കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം കേട്ടോ. അത് നല്ലത് തന്നെയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ കത്രിക നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഇതുപോലത്തെ സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് കളയാനാവുമ്പോൾ ഇതുപോലെ ഒരു ബോക്സിലിട്ട് സൂക്ഷിക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനെയാകുമ്പോൾ കേടായാലും പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് എന്തായാലും നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് അത് പോവും. സൈഡിൽ നിന്നൊക്കെ കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് കളയാം. എന്തായാലും നമ്മൾ കളയാൻ വെച്ച സംഭവമല്ലേ. അപ്പോൾ എന്തായാലും ഇതുകൊണ്ടൊരു ഉപകാരമാവട്ടെ. അപ്പോൾ ഇനി ഇങ്ങനെ അത് വരുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് റിസൾട്ടൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ കൊച്ചു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ സ്ക്രബ്ബർ ഉണ്ടാവും. അപ്പോൾ അത് കളയാറും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരണം. പിന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ 2 ടിപ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്